എന്റെ അച്ഛ അവക്ക് അങ്ങനെയൊന്നും മാറാനൊന്നും പറ്റില്ല. ഇതാരോ പറയുന്ന കേട്ടിട്ട് അവൾ ഇതൊക്കെ ചെയ്യുന്നതാണ്. അതിന്റെ ത്രില്ല് കഴിയുമ്പോ അതോടെ തീരും. വീണ്ടും പഴയതുപോലെ തന്നെ ആയിരിക്കും. വേണമെങ്കിൽ നോക്കിക്കോ. അങ്ങനെ തന്നെയാണ്. ഇത് അങ്ങനെയൊന്നും അല്ല. അവക്ക് ജെനുവിൻലി ഒരു മാറ്റം വരണം എന്നൊക്കെ തോന്നി ഉണ്ടായിരിക്കുന്നതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണ്. അങ്ങനെ അല്ല, എനിക്ക് തോന്നുന്നില്ല. ദീപം 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 ദീപം. കണ്ടോ അവള് വിളക്കം കൊണ്ട് വന്നത്? കണ്ട ആരാണ് പറഞ്ഞത് അവള് മാറൂലെന്ന്? നന്നായി മോളെ. എന്തിങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് സന്ധ്യ നേരം തോന്നിയത്? അതച്ചാ, വിളക്കെന്ന് പറയുന്നത് പ്രകാശമാണല്ലോ. ഇരുട്ടിനെ അകറ്റുന്ന ഒന്നാണല്ലോ പ്രകാശം. അതെ. അപ്പൊ എന്റെ ഈ മാറ്റവും പ്രകാശം പരത്തിക്കൊണ്ട് തന്നെ ആവാന്ന് വിചാരിച്ചു. അടിപൊളി മക്കളെ. ആര് സപ്പോർട്ട് ചെയ്തില്ലേ? അമ്മ സപ്പോർട്ട്. താങ്ക് യു. അച്ഛനും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു താങ്ക് യു. ഞാൻ ഇനി നാമം ചൊല്ലട്ടെ. ഓഹോ, അതും ഉണ്ടോ? ആ, ഐശ്വര്യ ദേവത വീട്ടിൽ കുടിയിരിക്കണമെങ്കിൽ സന്ധ്യാസമയത്ത് നമുക്ക് വിളക്ക് തെളിയിച്ച് നാമം ചൊല്ലണമെന്നാണല്ലോ ശാസ്ത്രം അല്ലേ? ഏത് ശാസ്ത്രം? മോളെ നന്നായി, മോളിരുന്ന് നാമം ചൊല്ലിട്ടോ. കണ്ടാ അവള് ചെയ്തത് കണ്ട? നിനക്ക് തോന്നില്ലല്ലോ? കാര്യം തല്ലുപുള്ളിയാണെങ്കിലേ അവള് നല്ലോണം മാറിയിട്ടുണ്ട് മക്കളെ. എനിക്ക് തോന്നണില്ല. ചൊല്ലു. അവള് സമാധാനത്തിരുന്ന് ചൊല്ലട്ടെ, ശല്യപ്പെടുത്തണ്ട. ചൊല്ലട്ടെ ചൊല്ലട്ടെ. രാമ 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 പാഹിമ. അല്ല, നിങ്ങളെല്ലാരും ഇവിടെ നിക്കണോന്നില്ല. എന്റെ കോൺസെൻട്രേഷൻ ചിലപ്പോ പോകും. ശരി, മോളൊരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് ഇരുന്ന് നാമം ചൊല്ലുക. നമുക്കേ എല്ലാവർക്കും മോള് നാമം ചൊല്ലിക്കും കേട്ടോ. രാമ 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 പാഹിമ രാമപാദം ചീരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചീരണേ മുകുന്ദ രാമ പാഹിമ രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ. ആരോ നോക്കുന്നത്? അപ്പൊ എന്റെ സംശയം തെറ്റിയില്ല. ആരോ പറഞ്ഞിട്ടാണ് ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത്. അതെനിക്കിപ്പോ ഉറപ്പായി. എന്നോടാണ് ഈ വേലത്തന. കാണിച്ചു തരാം മോളെ. ഞാനിത് എവിടെ പോയി കിടക്കുന്നത്? കാണില്ലല്ലോ. അങ്ങോട്ട് പോയി നോക്കാം. രാമ 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 പാഹിമ രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. കാണില്ലല്ലോ. സാധാരണ ഈ വഴിയിൽ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പേരാ പാറ അടക്കം തീർക്കുന്നു. ഇനി അവ എന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കോ? ഇവളെന്തിനാ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോകുന്നത്? ഏയ്, പറ്റിക്കാൻ പറയേണ്ട ആവശ്യമൊന്നും അവനില്ലല്ലോ അല്ലേ? എന്താണ് അവിടെ നിന്ന് പുറകെ? ചെറുക്കനെവിടെ? അയ്യോ, ഇപ്പൊ കണ്ണപ്പി പറഞ്ഞു തിരിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ അവനെ കാത്തിരിക്കാമെന്ന് വിചാരിക്കും. ഇത് കണ്ണാപ്പിയല്ലേ? അവൻ ഈ സമയത്ത് ഇങ്ങോട്ട് വന്നേ? പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണി. എടാ, നീ എന്താ ഇവിടെ? പിങ്കയെ കാണാൻ വന്നേ. എന്നെ കാണാനോ? ഷോ, ഞാൻ പറഞ്ഞ പോലെ പിങ്ക മുടിയൊക്കെ അയച്ചിട്ടല്ലേ? ഓ, അതിപ്പോ നീ പറഞ്ഞിട്ടൊന്നുമല്ല. ഞാൻ സാധാരണ എന്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെയാ നിൽക്കാറ്. മുടി അയച്ചിട്ടപ്പോ പിങ്കയെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ഐശ്വര്യ റായ് പോലെ. അയ്യോ, നീ നേരത്തെ പറഞ്ഞതിന് മഞ്ജു വാര്യരെ പോലെ ഇരിക്കണമെന്നാണല്ലോ. രണ്ടുപേരും ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയല്ല. പിന്നെ എന്നിട്ട് വളവള സംസാരമൊക്കെ മാറ്റിയപ്പോ നല്ല ക്യൂട്ട് നൈസ് ആയിട്ടുണ്ട്. പിങ്കി, ഐ ലവ് യു. ആഹാ, ഇപ്പൊ ശരിയാക്കി തരേ. ഇപ്പൊ കാണിച്ചാൽ എന്ത് ചെയ്യണോ എനിക്കറിയാം. നോക്ക് നോക്ക് നോക്ക്, കണ്ട? കണ്ണാപ്പിയല്ലേ ഇത്? നീ എന്താണ് ഇപ്പൊ ഇവിടെ?
എന്താടാ ഇവിടെ സത്യം പറയണേ എന്തിനാണ് വന്നവിടെ? അത് എനിക്കങ്ങനെ അറിയാം, അവനോട് ചോദിച്ചു നോക്ക്. ഒരു കള്ള ലക്ഷണം പറയടാ. എന്തിനാ വന്നേ? പിങ്കിയെ കാണുന്നു. പിങ്കി കാണാനാ? പിങ്കിയെ കാണുന്നു. അയ്യോ എനിക്കറിയില്ല കേട്ടോ. എന്തിനാ പിങ്കിയെ കാണുന്നേ? എന്തിനാടാ വന്നേ? ഞാൻ പറഞ്ഞല്ലോ അവള് മുടി അഴിച്ചിട്ടാന്ന് നോക്കാൻ വന്നത്. മുടി അപ്പൊ നീ അവൻ പറഞ്ഞിട്ടാണോ ഓരോ കോപ്പറയും കാണിച്ചത് ഇവിടെ? അയ്യോ ഇല്ല മാതാശ്രീ, ഇത് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തതാണ്. ഇല്ല ഞാൻ പറഞ്ഞിട്ടാ പിങ്കി ഇത് ചെയ്തത്. ഓഹോ, നീ ഇവിടെ വളയ്ക്കാൻ വേണ്ടിട്ടാണല്ലേ മുടിയൊക്കെ അയച്ചിടാൻ പറഞ്ഞേ? അത് പിന്നെ ചേച്ചി എന്നെ ഒന്നും ചെയ്തത്. ഞാൻ സത്യം പറയാം, ഞാൻ കുറെ കാലമായിട്ട് പിങ്കിയുടെ പുറകെ നടക്കാണ്. പക്ഷെ പിങ്കിക്കാണെങ്കിൽ എന്നെ കാണുമ്പോ ഭയങ്കര ദേഷ്യം. അവളൊന്ന് കൂളാക്കാൻ വേണ്ടി ഞാൻ ഹൃദയം സിനിമയിലെ ഒരു ഡയലോഗ് പറഞ്ഞു. എന്നിട്ട് അതിലവള് വീണോന്ന് നോക്കാൻ വന്നു. ഓഹോ, എന്നിട്ട് അവള് വീണാ? അത് നോക്കാനാണ് വന്നത്. അയ്യോ അയ്യോ ഞാൻ നീ പറഞ്ഞ സത്യം തന്നെ. അല്ല എനിക്കൊന്നും അറിഞ്ഞൂടാ. പിങ്കി അല്ല മണി, ഇവ ആള് കൊള്ളാല്ല. മുട്ടയെന്ന് വിരിഞ്ഞില്ല, അതിനു മുമ്പ് എന്നെ പെണ്ണുങ്ങളെ വളയ്ക്കാൻ നടക്കണല്ലേ? മൊത്തം ഞാൻ ഒരു കോഴിക്കുഞ്ഞു. എന്തോന്ന്? ഒന്നുമില്ല. എന്താ ഒരു കാര്യം പറയാം, ഇനി മേലെ ഈ ഏരിയ കണ്ടുവരും. ഇറങ്ങി പിങ്കി ലവ് യു, മിസ് യു. ശ്ശോ, എന്നാലും അവ എന്നെ പറ്റിക്കാൻ പറഞ്ഞല്ലേ. എന്തോന്ന്? എന്റെ മുടി അയച്ചിട്ട് മഞ്ജു വരനെ പോലെയാണ് എന്നെ ആ കാണാൻ. ഒട്ടും പറ്റിക്കാൻ പറഞ്ഞില്ല, സത്യസന്ധമായ കാര്യമാണ്. ഈ ചകിരിനാര് പോലത്തെ മുടി അങ്ങോട്ട് പിരിച്ചിട്ടേ ഞാണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല. അവന്റെ വാക്കും കേട്ടോണ്ട് ഇവിടെ ഈ കോലം കെട്ടിയ മതി. നോക്കിക്കൊണ്ടിരിക്കാതെ രണ്ടെണ്ണം കൊടച്ചാ. അയ്യോ അങ്ങനെ ദേഹോപദ്രവം ഒന്നും വേണ്ട, ചെറുതായിട്ട് ഉപദേശം വിട്ടാതെ ഞാൻ നന്നായിക്കോളാം. എന്തോ എങ്ങനെ? കൊടച്ചാ രണ്ടെണ്ണം പറ്റിക്ക്. അയ്യോ അച്ഛൻ അങ്ങനെ ചെയ്യില്ല, എനിക്കറിയാം. ഓടിയാ എറിയും. ഓടിയ അമ്മ എന്ത് ചെയ്യാ ഇവിടെ? കൈ നീട്ടി ഇവിടെ നില്ല. ഓടിയാ എറിയും. കണ്ണടച്ചാ കൈ നീട്ടും. കണ്ണടയ്ക്കൂ. അതെ, പള്ളി പോയി പറഞ്ഞാൽ അയ്യോ ഓടി പറഞ്ഞ അയ്യോ ഞാൻ നന്നായിക്കോളാം.